എന്ന് പറഞ്ഞത്. ആ കലിമത്തൻ ത്വയ്യിബത്തിന് ഒരു ഉദാഹരിച്ചു കൊടുക്കുക നബിയെ, തങ്ങളെ ജനങ്ങൾക്ക് ഉദാഹരിച്ചു കൊടുക്കുക. അള്ളാഹു പറയുകയാണ്, അത് കശജറത്തിൻ ത്വയ്യിബത്തിൻ, ത്വയ്യിബായ ശജറത്ത് പോലെയാണ്, മടവൃക്ഷം പോലെയാണ്. അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ വേര് ഭൂമിയിൽ ഇറങ്ങി ചെന്നിരിക്കുന്നു. അതിന്റെ ശാഖകൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പരന്നു കിടക്കുന്നു. എന്നിട്ട് അതിന് ഒരു തകരാറും പറ്റുകയില്ല. ശാസ്ത്രീയമായിട്ട് വേരുറച്ച മരമാണെങ്കിൽ, അതേപോലെ വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന മരമാണെങ്കിൽ അതിന്റെ ശത്രുക്കളായ വെയിൽ കൊണ്ട് അത് വാടിപ്പോവുകയില്ല, മഴ കൊണ്ട് അത് കെട്ടുപോവുകയില്ല. മഴ പെയ്താൽ കൂടുതൽ വളരും ശരിയെന്ന് പറയുകയാണ്. അതേപോലെ തന്നെ ആ വെയിൽ കൊണ്ടാൽ അതിന്റെ ഇലകൾക്ക് നല്ല നിറമുണ്ടാകും. അതാണ് ശാസ്ത്രീയമായ കാഴ്ചപ്പാട്. അപ്പോ കലിമത്തുൻ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഇസ്ലാമിക പ്രത്യയ ശാസ്ത്രമാണ്. അതിനെ ആർക്കും കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. എത്ര ശത്രുക്കൾ ഉണ്ടായാലും അത് ശക്തി കൂടും എന്ന് പറഞ്ഞുകൊണ്ട് ശൈഖുന കഴിഞ്ഞ 60-ാം വാർഷിക യോഗത്തിൽ പറയുകയുണ്ടായി. ഈ ശജറത്തുൻ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ് എന്ന് ശൈഖുനാന്റെ നാമം കൊണ്ട് 60-ാം വാർഷികത്തിൽ പറയുകയാണ്. അപ്പോൾ ശൈഖുന പറഞ്ഞതനുസരിച്ച് ശജറ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ സമസ്തയാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. അത് പറഞ്ഞിട്ടാണ് നമ്മളെ ഇവർ അധിക്ഷേപിക്കുന്നത്. ഒന്നും അറിയാത്ത കൂപമണ്ഡുകങ്ങൾ. എന്താണ് ഇവർ പറയുന്നത് ഇവർക്ക് തന്നെ അറിയില്ല. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, കലിമത്തുൻ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ അത് ഈ അടിവേരുള്ള മരമാണ്, അന്തരീക്ഷത്തിൽ പടർന്നു നിൽക്കുന്ന മരമാണ്. മാത്രമല്ല അതെപ്പോഴും അപ്പം തരുന്ന പ്രത്യയശാസ്ത്രമാണ്. ശൈഖുനക്ക് എല്ലാം അറിയാം, രാഷ്ട്രീയ മീമാംസകൾ അറിയാം, എല്ലാം അറിയാം. ശൈഖുന പറയുകയാണ്, ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിന്റെ പ്രത്യേകത അതെന്നും അപ്പം നൽകിക്കൊണ്ടിരിക്കും. ആൾക്കാർക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. അത് ഞാൻ വിശദീകരിക്കുന്നില്ല, അതൊക്കെ ശൈഖുന വിശദീകരിക്കുന്നു. നേരെ മറിച്ച് മസലു കലിമത്തിൻ ഖബീസത്തിൻ, മോശമായ മരത്തിന്റെ ഉദാഹരണം മസലു കലിമത്തിൻ ഖബീസത്തിൻ കശജറത്തിൻ ഖബീസ, അത് വേറുറച്ചില്ലാത്ത പടർന്ന് പന്തലിക്കാത്ത മരം പോലെയാണ്. അതിതാ ഉപരിപ്ലവകരമാണ്, ഭൂതലത്തിൽ അതാ വീണ് കിടക്കുന്നു. അതിന് സ്ഥായി ഭാവമില്ലാത്ത പ്രത്യയശാസ്ത്രമാണ്. എന്നിട്ട് ശേഖരം ചൂണ്ടുകയാണ് സോവിയറ്റ് യൂണിയൻ. അതേപോലെ ലോകത്ത് കമ്മ്യൂണിസമാണ് ഒപ്പം തരുന്നത് എന്ന് പറഞ്ഞതൊക്കെ കടമൊഴുകി വീണില്ലേ? ഇപ്പോൾ യഥാർത്ഥത്തിലുള്ളതായ അപ്പവും യഥാർത്ഥത്തിലുള്ളതായ നമ്മുടെ പ്രതീക്ഷയും പരിശുദ്ധമായ ശജറത്തുൻ ത്വയ്യിബത്താണ്. അതായത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. അതായത് ബഹുമാനപ്പെട്ട ഇസ്ലാമിൻ്റെതായ പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കുക, സമസ്തയിൽ അടിയുറച്ചു നിൽക്കുക. അള്ളാഹു പറഞ്ഞ കലിമത്തുൻ ത്വയ്യിബത്തില് കശജറത്തുൻ ത്വയ്യിബത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കുക. ആരെന്ത് പറഞ്ഞാലും ശൈഖുന ശംസുൽ ഉലമ കാണിച്ച ആ വിശാലമായ പാതയിൽ നിന്ന് തെന്നിപ്പോകാതെ മഹാനായ ശൈഖുനായുടെ അഭിമാനമാണ് നമ്മളിൽ വരുന്ന പിന്നെ അടുത്ത വർഷം 2016 അല്ല 2026 4 മുതൽ 8 വരെ തീയതികളിൽ കാസർഗോഡ് കുടിയായിൽ നടക്കുന്നതായ ആ മഹാസമ്മേളനം, 100-ാം വാർഷിക സമ്മേളനം, ശംസുൽ ഉലമ കെട്ടിപ്പടുത്ത സമസ്തയുടെ പ്രഭാവത്തെയും അതിൻ്റെ ഔന്നത്യത്തെയും വിളിച്ചറിയിക്കുന്ന സമ്മേളനമാണ്. അത് നിങ്ങൾ വിജയിപ്പിക്കണം. നിങ്ങളെല്ലാവരും അതിൽ സഹകരിക്കണം. ഇവിടെയുള്ള എല്ലാ സത്യവിശ്വാസികളും അതിൽ സംബന്ധിക്കണം. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. അത് വിജയകരമായി കലാശിക്കാൻ തഹിയ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, അതിന് സംഭാവന ചെയ്യുക. അതിലൊക്കെ നിങ്ങളും നിങ്ങളുടെ ബന്ധപ്പെട്ടവരും കഴിവനുസരിച്ച് സംഭാവന ചെയ്യണം. അതിന്റെ പേര് തന്നെ തഹിയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങളാണ് അതിന് തഹിയ എന്ന് പേര് വെച്ചത്. എന്താ തഹിയ എന്ന് പറഞ്ഞാലോ, അത്തഹിയാത്ത് എന്ന് പറഞ്ഞ തഹിയത്തില്ലേ, എപ്പോഴും നമ്മൾ അള്ളാഹുവിന് കാഴ്ച വെക്കുന്ന തഹിയത്ത്. ആ തഹിയത്ത് ആദ്യം കാഴ്ച വെച്ചത് മിഹ്റാജിന്റെ രാത്രിയിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ അത്തഹിയാത്തു ലില്ലാഹ്. ആ തഹിയ
അള്ളാഹുവിനാണ് സർവ്വ തഹിയ്യത്തും എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു പകരം പറഞ്ഞു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, അള്ളാഹുവിന്റെ സലാം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രത്യഭിവാദ്യം അള്ളാഹു ചെയ്തു. ആ തഹിയ്യത്താണ് നമ്മളുടെ സമ്മേളനത്തിന്റെ സംഭാവന പിരിക്കാനുള്ള ഒരു സംഗതിയായി നമ്മുടെ എല്ലാ ഫോണുകളിലും ഉണ്ടാകും. ആ ഫോണിൽ നിങ്ങളുടെ ബന്ധപ്പെട്ടവരൊക്കെ ആ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരുപാട് പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊക്കെ വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും കഴിയുന്നത്ര സംഭാവന ചെയ്യുകയും ആ സമ്മേളനത്തിൽ നിങ്ങൾ അഹമഹിമകയ എല്ലാവരും സംബന്ധിച്ച് അതിനുള്ള പ്രചരണം ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാരും അതേപോലെ തന്നെ ഇവിടെ ദാരിമികളുടെയൊക്കെ സഹായത്തോടുകൂടെ ഉമറാക്കളുടെ നേതൃത്വത്തോടുകൂടെ ഇവിടെ നടക്കുന്നുണ്ട്. അതനുസരിച്ച് ഇവിടെയൊക്കെ പ്രചരണം നടത്തി സമസ്തന്റെ രാജ്യമാണിത്. ആരെന്ത് പറഞ്ഞാലും എത്ര വലിയവനായാലും സമസ്തക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് സമുദായത്തിൽ സ്ഥാനമില്ല. അതേപോലെ സ്ഥാനം ഉണ്ടായിരുന്നു എത്ര സ്ഥാനമുള്ള ആളാണെങ്കിലും. പക്ഷെ സമസ്തക്കെതിരെ എന്നാൽ അവർക്കുള്ളതായ സ്ഥാനം നഷ്ടപ്പെടുകയും അവർക്കുള്ള സ്വീകാര്യത നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളുടെ എക്കാലത്തുമുള്ളതായ നേർമാർഗം നിലനിൽക്കുവാൻ, നമ്മുടെ ശക്തിയും പ്രതാപവും നിലനിൽക്കുവാൻ നമ്മൾ സമസ്തയുടെ ഒരാളാവുക. ജീവിതാവസാനം വരെ സമസ്തയ്ക്ക് വേണ്ടി ജീവിച്ച് സമസ്തക്കാരനായിട്ട് മരിക്കാൻ അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും എല്ലാം തൗഫീഖ് ചെയ്യട്ടെ. നമ്മളുടെ മക്കളെയും സമസ്തന്റെ പ്രവർത്തകന്മാരാക്കി തീർക്കട്ടെ. അങ്ങനെ സമസ്തയുടെ പ്രഭാവം ലോകത്ത് നിലനിർത്താൻ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന കാര്യം വളരെ പ്രശംസനീയമാണ്. മാസം തോറും അതിന്റെ എല്ലാമായ സംസുലമാനെ നിങ്ങൾ അനുസ്മരിക്കുന്നുണ്ട്. ഇപ്പോഴതാ അതിന്റെ പ്രത്യേകമായ യോഗം നിങ്ങൾ ചേർന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഉലമാക്കൾ ഉമറാക്കൾ, ഈ നാട്ടിലുള്ള പ്രഗത്ഭന്മാർ, ഞാൻ 2-3 ആളുകളെ നേരിട്ട് പരിചയപ്പെട്ടിട്ടുള്ളൂ. എനിക്ക് അവരുടെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞു. അവരൊക്കെ സമസ്തയോടും ശംസുലമയോടൊക്കെ വളരെ അഭേദ്യമായി ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ഓരോ ഉമറാക്കളും ഇതിന്റെ ഭാരവാഹികളും ശംസുലമയുടെ ഈ പരിശുദ്ധ പ്രസ്ഥാനം, ശംസുലമാന്റെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട്, ശംസുലമാക്ക് റസൂലുള്ളാഹിനോടും അല്ലാഹുവിനോടുള്ള അടുപ്പവും ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതാവസാനം വരെ അതിനുവേണ്ടി ശ്രമിക്കണമെന്നും ഈ സമ്മേളനം വമ്പിച്ച വിജയമാക്കണമെന്നും പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വലിയ ഒരു സേവകനാണ് നമ്മുടെ IB ഉസ്മാൻ ഫൈസി. ഈ സാധുവായ എന്നെ പോലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കാരണവശാലും സമർപ്പിക്കാൻ സാധിച്ചില്ല. അല്ലാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ